ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ ഇന്നെന്തായാലും നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സോ കുറേ ആയി, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി. സോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പം ഇന്ന് ഒന്നാമത്തെ കാര്യം സൺഡേ ആണ്. സോ ഇറ്റ്സ് എ ഹോളിഡേ ആൻഡ് പൊതുവേ സൺഡേസ് എന്ന് പറയുമ്പം നമ്മുടെ മിക്ക വീടുകളിലുള്ളൊരു കാര്യമാണ് ചിക്കൻ, ബീഫ്, അങ്ങനെ കുറച്ച് നോൺ വെജ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ ചിക്കനാണ്. സോ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് എൻ്റെ മാത്രമായിട്ടുള്ള റെസിപ്പിയാണ്. സോ ഡു ട്രൈ ദിസ് ഔട്ട്. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇനി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. സോ വെളുത്തുള്ളി ഞാൻ തോല് കളയാതെ തന്നെയാണ് എടുത്തേക്കണത്. സോ വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലയാണ്. സോ ഞാനിപ്പം ഇച്ചിരി മല്ലിയില എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. സോ ഇഞ്ചി ഞാൻ ഇങ്ങനെ പോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടായിരുന്നത്. ഇത് മൂന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ സാധനങ്ങൾ ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെക്കണം. സോ ഈ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു മിക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല. സോ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഹാഫ് ആൻ അവർ എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കാം. സോ ഗൈസ്, ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി വേണം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1.5 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് ചിക്കൻ മസാലയാണ് വേണ്ടത്. സോ ഞാൻ ചിക്കൻ മസാല ഇച്ചിരി ഇടുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. സോ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് സോസ് വേണം. സോസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ നമ്മളിത് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോസ് ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അത് മറക്കരുത്. സോ പിന്നെ ഒരു കോഴിമുട്ട ഇടുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് നമ്മുടെ മസാല എല്ലാം ചിക്കനിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട ഇടുന്നത്. സോ നമ്മൾ ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെയും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമ്മുടെ മസാലാസൊക്കെ നമ്മുടെ ചിക്കനിൽ ശരിക്കും പിടിക്കത്തുള്ളൂ. സോ ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സോ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സോ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായി പെറുക്കി മാറ്റി വറുക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഗൈസ്, അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഇനി ഏകദേശം ഇത് ഫ്രൈ ആയി വന്നതാണ് കേട്ടോ. സോ ഞാൻ അതെന്തായാലും എടുക്കുന്നുണ്ട്. സോ വേറൊരു സീക്രട്ട് ഒരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബാക്കിയുള്ള മസാലയിലോട്ട് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ ഫ്രൈൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നമുക്ക് ഇതൊരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്കപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഇതും ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണും വരെ ബായ്.